പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഇഹ്ലാമുദ്ദീൻ ബിൻ സുലൈമാൻ. ഇത് നമ്മുടെ രാജസ്ഥാനിലെ ഫാമിലെ ആടുകളാണ്. ഇതൊരു 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ തിരുവനന്തപുരം ഫാമിലേക്ക് വരും. അതായത് 3 ദിവസത്തെ യാത്ര. ഒരാട് രാജസ്ഥാനിൽ നിന്നും തിരിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തുന്നത് 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ്. ഇത് നല്ല ഹെൽത്തിയിൽ, നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന ആടുകൾക്ക് 1 ദിവസത്തെ ഇടവേളയിലുള്ള ആഹാരമാണ് കിട്ടുന്നത് കർണാടകയുടെ ബോർഡിൽ വെച്ച്. അപ്പോൾ ആ വരുന്ന ആടുകൾക്ക് ഇത്രയും ഹെൽത്ത്, നമുക്ക് വന്ന ഉടനെ ഇത്രയും ആരോഗ്യം ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന ആടുകൾക്ക് വെയിറ്റ് വളരെ കുറവ് വരാം. 7500 കിലോ മുഴുവൻ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് 4800 5500 കിലോ വെയിറ്റാണ് നമുക്ക് വരുന്നത്. അത്രത്തോളം ആടുകൾ യാത്ര ചെയ്യുമ്പോൾ ടയേർഡായി ആടിൻ്റെ വെയിറ്റ് കുറയും. പക്ഷേ മാംസത്തിന് വ്യത്യാസങ്ങളൊന്നും വരാറില്ല. ചില ആടുകൾ, ആരോഗ്യമുള്ള ആടുകളാണെങ്കിൽ അതിൻ്റെ മസിൽ കുറച്ച് വിഷമങ്ങൾ കാണിക്കും. 2 ദിവസം കഴിയുമ്പോഴേക്കും ആടുകളെല്ലാം ശരിയാകും. പാലുൽപാദനമുള്ള ആടുകൾക്കും ഇതുപോലെ തന്നെ കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അതിനുശേഷം ക്ലിയർ ആകും. ഇപ്പോൾ ക്ലൈമറ്റ് നല്ലതാണ്. അവിടെ തണുപ്പ് മാറി ചൂടിലേക്ക്, വേനലിലേക്ക് മാറുന്നു. നമ്മുടെ ഇവിടെ വേനൽ സമയത്ത് ആടുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന 99% ആടുകളും പ്രശ്നങ്ങളായിട്ട് കാണുന്നില്ല. നല്ല റിസൾട്ട് നിലവിൽ വരുന്നുണ്ട് ആടുകൾക്ക്. കുട്ടി ആടുകൾ വരുന്ന എല്ലാം നല്ല മീറ്റിനാണ് കൂടുതലും ആടുകൾ വരുന്നത്. വളരെ വില കുറച്ച് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഗ്രോത്തിലുള്ള ആടുകൾ, അതുപോലെ പാലാടുകളെല്ലാം കൊടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ലാഭം കുറവാണ് നമ്മുടെ കച്ചവടത്തിൽ. വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ നാടൻ ആടുകളുടെ വില എത്രത്തോളം എന്ന് അറിയാൻ കഴിയും വാങ്ങുന്നവർക്ക്. പണ്ടത്തെ വിലയൊന്നുമല്ല. ഇത് നമ്മുടെ തിരുവനന്തപുരം ഫാമിലേക്ക് ഈ ആടുകൾ 3 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണമാണ് കിടക്കുന്നത്. ആടുകളുടെ ക്ഷീണം. നേരത്തെ രാജസ്ഥാനിൽ ഓടിയ ആടുകൾ ഇപ്പോൾ വളരെ ടയേർഡായി ഇപ്പോൾ വന്നതേ ഉള്ളൂ. ആട് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അതിൻ്റെ ക്ഷീണങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചില ആടുകൾ, മുട്ടനാടുകൾ ബഹളങ്ങൾ വയ്ക്കുന്നു എന്നുണ്ടെങ്കിലും കുറച്ച് ആടുകൾ ആഹാരം കഴിയും. അപ്പോൾ ഇത് പിന്നീട് നമുക്ക് 1-1.5 ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ വെയിറ്റ് നമുക്ക് വരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ആടുകൾ വന്നുടനെ കൊടുക്കാറില്ല. ഒരു 3 മണിക്കൂറെങ്കിലും അതിന് ആഹാരങ്ങൾ കൊടുത്തതിന് ശേഷം മാത്രമാണ് ആടുകളെ കൊടുക്കാറ്. ഇതിപ്പോൾ ക്ഷീണം കൊണ്ട് തന്നെ കിടക്കുന്ന ആടുകളാണ്. കുറച്ച് മാത്രം എഴുന്നേക്കും. വലിയ ആടുകൾ മാത്രം, അതും പെയിനുള്ള ആടുകൾ, വേദന ഉള്ളത് ആ മൂലയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറെല്ലാം ആകുമ്പോഴേക്കും അപ്പോൾ വരുന്നവരെ ആരോഗ്യമുള്ള ആടുകളെ പിടിച്ചുകൊണ്ട് പോവുക. കാരണം നല്ല വയറെടുത്ത് ആഹാരം കഴിക്കുന്നത് കൊണ്ടുപോവുക. ഇതൊരു അറിവിലേക്ക് വിട്ടതാണ് ഈ വീഡിയോ. അപ്പോൾ വരുമ്പോൾ നല്ല വെയിറ്റ് കുറവല്ല ആടുകൾക്ക് വരാം. കുറച്ച് ദൂരം ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക. 90 61 42 96 95 ഏദൻ ഗോഡ് ഫാം, തിരുവനന്തപുരം. ഓക്കെ.